ദേ രാവിലെ തന്നെ ഒരാളെ ഒരുക്കുന്നതാണ് കേട്ടോ. ആരാണാവോ? ആരായിരിക്കും? വേറെ ആരുമില്ല കേട്ടോ, എൻ്റെ മോൻ തന്നെ സാവന്ത്. അങ്ങനെ സാവന്ത് ഇങ്ങനെ അവൻ്റെ ടീച്ചർ സാനി ടീച്ചർ അവനെ ഒരുക്കുകയാണ്. ആരായിട്ടായിരിക്കും ഒരുക്കുന്നത്? വേറെ ആരുമില്ല, ഗാന്ധിജിയാണ് കേട്ടോ. ഇന്ന് സ്വാതന്ത്ര്യദിനമല്ലേ, അപ്പോൾ ഗാന്ധിജി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. ഗാന്ധിജി അപ്പൂപ്പന് വടി കിട്ടാത്തതുകൊണ്ടുള്ള വിഷമമാണെന്ന് അറിയത്തില്ല. ആളിനത്ര ഇനി ഇഷ്ടപ്പെട്ടില്ലേ എന്തോ. കൂട്ടുകാരെല്ലാം നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നത്. നേതാജിയുണ്ട്, ചാച്ചാജിയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇപ്പം നല്ല സന്തോഷത്തോടെ നിൽക്കുകയാണ്. വീഡിയോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കുട്ടികളെ ഹാപ്പിനെസ് കേട്ടോ. അങ്ങനെ അവനൊന്ന് ആക്റ്റീവായി. വടിയൊക്കെ കിട്ടി കേട്ടോ ആശാന്. അങ്ങനെ അതാ വെളിയിലോട്ട് ഇറങ്ങി ഒന്നും കൂടെ വീഡിയോയ്ക്കൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ടീച്ചർ എല്ലാവർക്കും പ്ലക്കാർഡ് കൊടുത്ത് റാലി ഇനി എപ്പോഴാണാവോ എന്തോ നോക്കിയായിരിക്കും കുട്ടികൾ. ടീച്ചർ പിന്നെയും കുട്ടികളെയൊക്കെ തിരക്കി അറേഞ്ച് ചെയ്ത് അടുത്തത് ഇനി പതാക ഉയർത്തൽ, ദേശഭക്തി ഗാനം, അത് കഴിഞ്ഞ് റാലി കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരുമ്പോൾ പായസ വിതരണം. കൂട്ടുകാരെല്ലാം റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പോവാം, മഴയൊന്നുമില്ല, അതുകൊണ്ട് എല്ലാം ഭംഗിയായി നടന്നു. ഈ കൊടിയൊക്കെ ഉയർത്താനായിട്ട് HM റെഡിയായിട്ട് നിൽക്കുന്നു. HM കൊടി ഉയർത്തുന്നു. അങ്ങനെ കൊടിയുയർത്തലൊക്കെ കഴിഞ്ഞു. എല്ലാവരും മുദ്രാവാക്യമൊക്കെ വിളിച്ച് ഈശ്വര പ്രാർത്ഥന ഉണ്ടായിരുന്നു, ദേശഭക്തി ഗാനം ഉണ്ടായിരുന്നു. വീഡിയോയ്ക്കൊക്കെ ഓരോരുത്തർ പോസ്റ്റൊക്കെ ചെയ്തു. പിന്നെ ടീച്ചറിൻ്റെ ടോക്സ് ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് ഒരു അവബോധം കൊടുത്തു ടീച്ചർ എല്ലാവർക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും റാലിയിൽ പോകാനായിട്ട് തയ്യാറെടുത്തു. കൂട്ടുകാരെല്ലാം നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നു. കുട്ടികൾക്കൊക്കെ എന്തൊരു സന്തോഷമായത്. ഭാരതാംബ നിൽപ്പുണ്ട്. അങ്ങനെ വിവേകാനന്ദൻ നിൽപ്പുണ്ട്. വിവേകാനന്ദനായിട്ട് നിന്നത് എൻ്റെ കൂട്ടുകാരിയുടെ മോനാണ്. അപ്പോൾ ഗാന്ധിജിയുടെ കൂടെ വേറൊരു ഗാന്ധിജി, 2 ഗാന്ധിജിമാരും അടിപൊളി. ഇദ്ദേഹം എൻ്റെ കൂട്ടുകാരിയുടെ മോനാണ്, വിവേകാനന്ദൻ. അങ്ങനെ നമ്മൾ റാലിയിലോട്ടൊക്കെ പോവാൻ തയ്യാറെടുത്തു. ടീച്ചേഴ്സ് കുട്ടികളെ എല്ലാവരെയും അറേഞ്ച് ചെയ്തുകൊണ്ട് നിർത്തി. എങ്കിലും ഓർഡർ തെറ്റിച്ച് നിന്നുകൊണ്ട് ടീച്ചർ ഓരോരുത്തരെ വിളിക്കും. പിന്നെയും കുട്ടികളല്ലേ, അവർ കുറച്ച് നേരം മാറി നിൽക്കും, പാരൻസിൻ്റെ അടുത്തോട്ട് പോവും. സാവന്തൂന് ഒരു വിമിഷ്ടം കണക്കായിരുന്നു. എങ്കിലും ഞാൻ കൂടെ ഉണ്ട്, എനിക്ക് റാലിയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ, ഞാനും കൂടെ ഉണ്ടെന്നുണ്ട് അവനൊരു ആശ്വാസമായി. അങ്ങനെ എല്ലാവരുടെയും പാരൻസും ഉണ്ടായിരുന്നു. നമ്മൾ റാലിയിലൊക്കെ പങ്കെടുത്ത് നിൽപ്പുണ്ട്. അങ്ങനെ റാലി തുടങ്ങാൻ സമയമായി. വലിയ ബഹളമൊന്നുമില്ല. കുട്ടികളെല്ലാം പോകാൻ തുടങ്ങി. അവന് ടീച്ചർ പിടിച്ചുകൊണ്ട് പോവുകയാണ് സാവന്തൂന്. അപ്പം മറ്റ് ടീച്ചർ മുദ്രാവാക്യമൊക്കെ വിളിച്ച് പോവുകയാണ്. महात्मा गांधी की जय। അങ്ങനെ കുറച്ച് ദൂരെ പോയുള്ളൂ. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ദൂരം പോയി വായനശാല വരെ നിന്നിട്ട് പിന്നെ അവിടെ നിന്ന് തിരിഞ്ഞ് സ്കൂളിൽ തിരിച്ചെത്തി. പിന്നെ റാലി അവസാനിപ്പിച്ചു. അതിനുശേഷം കുട്ടിയെ കൊണ്ടുവന്നുള്ള വീഡിയോ ഒക്കെ എടുപ്പിച്ചു. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്